എല്ലാവർക്കും സന്ധ്യാസ് ഹോമിലേക്ക് സ്വാഗതം. നക്ഷത്രത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത്. വരുണൻ ദേവതയായിരിക്കുന്ന ചതയൻ നക്ഷത്രം തികച്ചും കുംഭം രാശിയെ പ്രതിനിധീകരിക്കുന്നു. രാഹുവാണ് ദശാനാഥൻ. ഈ നാളിൽ ജനിക്കുന്നയാൾക്ക് മുൻകോപം ജാസ്തിയായിരിക്കും. എന്നാൽ ഇവർ ശുദ്ധ ഹൃദയരാണ്. നിവൃത്തിയുള്ളത്ര ആരോടും അഹിതമായി പെരുമാറുവാനോ സംസാരിക്കുവാനോ ഇവർ ഒരുമ്പെടാറില്ല. അത്തരം സന്ദർഭങ്ങൾ ഉണ്ടായാൽ സാമാന്യ മര്യാദയുടെ പേരിൽ ഒരു സങ്കോചം ഇവരെ ബാധിക്കുന്നത് കാണാൻ കഴിയും. ഇവർക്ക് അനിതര സാധാരണങ്ങളായ ചില ഗുണങ്ങളെല്ലാം ഉണ്ട്. ആശ്രിത വാത്സല്യം, ഔദാര്യം, പെരുമാറ്റത്തിലുള്ള യോഗ്യത, സൽക്കാരശീലം എന്നിവയെല്ലാമാണ് ആ ഗുണവിശേഷങ്ങൾ. മാർദ്ദവമുള്ള ശരീരം, അന്യാദൃശമായ കർമ്മകുശലത, വിശാലമായ നെറ്റി, ആകർഷണീയങ്ങളായ കണ്ണുകൾ, സൗമ്യതയെ പ്രകാശിപ്പിക്കുന്ന മുഖം, നീണ്ടുയർന്ന നാസിക, അല്പം കുടവയറ്, ഉദാരമായ പെരുമാറ്റം ഇവയെല്ലാം ഈ നാളുകാരുടെ പ്രത്യേകതകളായിരിക്കും. ഒരു നോട്ടത്തിൽ തന്നെ ഇവർ ഭാഗ്യവാന്മാരോ കുലീന കുടുംബജാതരോ ആണെന്ന് തോന്നിക്കത്തക്ക വിധം പ്രത്യേക ലക്ഷണം ഇവർക്കുണ്ടായിരിക്കും. സത്യധർമാദികളെ കഴിവതും കൈവിടാതെ പറയുകയും പെരുമാറുകയും ചെയ്യുന്നവരായിരിക്കും ഇക്കൂട്ടർ. ഇവരെ ആദർശനിഷ്ഠന്മാരെന്ന് പറയാം. പക്ഷേ ആദർശത്തിൻ്റെ പേരിൽ ഇവർക്ക് വലിയ ശത്രുക്കളെയും മത്സരങ്ങളെയും ജീവിതത്തിൽ പലപ്പോഴും നേരിടേണ്ടി വരും. ചതയൻ നാളുകാർ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ശോഭിക്കുന്നവരായിരിക്കും. സ്വാർത്ഥലാഭം കൂടാതെ നിഷ്പക്ഷമായും നീതിനിഷ്ഠമായും ഇവരുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളെ പരിഗണിക്കും. ജാതിമത ചിന്താഗതികൾക്ക് അതീതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇവർ നിഷ്കർഷിക്കുന്നു. സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് സാമർഥ്യം കൂടിയിരിക്കും. ഒരാളിനെ കുറിച്ചോ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് തന്നെയോ ഇവർക്ക് ഒരഭിപ്രായം തോന്നിയാൽ അത് പിന്നെ മാറ്റുവാൻ പ്രയാസമായിരിക്കും. ബുദ്ധിശക്തിയും കർമ്മകുശലതയും ഉള്ളവരാണ് ഇവരെങ്കിലും ചഞ്ചല ചിത്തന്മാരായിരിക്കുമെന്ന് കൂടി പറയേണ്ടതുണ്ട്. ചതയൻ നാളുകാരെ മിക്കവാറും ഭാഗ്യവാന്മാരാണെന്ന് പറയാം. എങ്കിലും ഗുണദോഷാനുഭവങ്ങൾ ഇവർക്ക് സമ്മിശ്രമായേ ഇരിക്കുകയുള്ളൂ. സ്വജനങ്ങളെ കൊണ്ട് ഇവർക്ക് മിക്കവാറും ക്ലേശമാണ് ഉണ്ടാകാറുള്ളത്. ബന്ധപ്പെട്ടവർക്ക് എന്തും ഏത് സന്ദർഭത്തിലും ആവശ്യപ്പെടാതെ പോലും കൊടുക്കാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാകില്ലെന്നിരിക്കലും സ്വജനങ്ങളുമായി രമ്യമായൊരു ജീവിതം ഇവർക്ക് സാധ്യമായി വരുന്നില്ല. വിശേഷിച്ച് സഹോദരങ്ങളെ കൊണ്ട് ഇവർക്ക് പലവിധ മനപ്രയാസങ്ങൾക്കും ഇടയുണ്ട്. പിതാവിനെ കൊണ്ടും ഇവർക്ക് പറയത്തക്ക ഗുണങ്ങളൊന്നും സിദ്ധിക്കുന്നില്ല. എന്നാൽ മാതൃഗുണം ഇവർക്കുണ്ടായിരിക്കും. ആരോഗ്യ വിഷയത്തിൽ മെച്ചമായ നില പുലർത്തുന്നവരാണ്. ഇവരെ കണ്ടാൽ ആർക്ക് തോന്നാമെങ്കിലും വാസ്തവം അതല്ല. നിസ്സാരമായ ഏതെങ്കിലും കാരണമുണ്ടായാൽ ഇവർ പരവശരാകും. വേദനകളോ വിഷമതകളോ സഹിക്കാൻ ഇവർ അശേഷം ശക്തിയുള്ളവരായിരിക്കയില്ല. മൂത്രാശയ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ ഉപദ്രവങ്ങൾ, പ്രമേഹം തുടങ്ങിയ രോഗങ്ങളായിരിക്കും ഇവരെ കീഴ്പ്പെടുത്തുന്നത്. അതുകൊണ്ട് ദിനചര്യകളിലും മറ്റും ഇവർ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ലൈംഗികമായ ആസക്തിയും വികാരങ്ങളും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടിയിരിക്കും. തന്നിമിത്തം സാൻമാർഗിക ജീവിതത്തിൽ ഇവർ അത്രയൊന്നും മെച്ചപ്പെട്ടവരായിരിക്കയില്ല. എങ്കിലും തങ്ങളുടെ അഭിമാനത്തിൻ്റെയും അന്തസ്സിൻ്റെയും നിലയ്ക്ക് ഹാനി കൂടാതെ അവയിലെല്ലാം സൂക്ഷ്മത പുലർത്തുവാൻ ഇവർക്ക് കഴിയും. ഇവരുടെ രഹസ്യങ്ങൾ വളരെ ബുദ്ധിപൂർവമായും കരുതലോടുകൂടിയതുമായിരിക്കും. അതുകൊണ്ട് മറ്റാർക്കും അവയെക്കുറിച്ച് ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. ദാമ്പത്യ ജീവിതത്തിൽ ഇവർ അത്ര സംതൃപ്തരായി കാണുന്നില്ല. ശനി വ്യാഴന്മാർ ഇവരുടെ ജാതകത്തിൽ പരസ്പരം ത്രികോണത്തിൽ നിന്നാൽ അവിവാഹിതരായി കഴിയുവാൻ സാധ്യതയുണ്ട്. ജാതകങ്ങളിൽ ഇത്തരം കുഴപ്പങ്ങളില്ലാത്ത ചതയൻ നാളുകാർ നേരത്തെ തന്നെ വിവാഹത്തിലേർപ്പെട്ട് സ്വസ്ഥമായ കുടുംബജീവിതം അനുഭവിക്കാറുണ്ട്. ഇവരുടെ ഭാര്യമാർ ഐശ്വര്യവതികളും ഭരണശേഷിയുള്ളവരുമായിരിക്കും. ഇത്തരത്തിലാണെങ്കിലും ചതയൻ നാളുകാരുടെ കുടുംബജീവിതത്തിൽ ഏതോ ഒരു കുറവ് കണ്ടുവരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ അത് മറ്റുള്ളവർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നതും അല്ല. ഏതാണ്ട് 34 വയസ്സുവരെ ഇവർക്ക് പറയത്തക്ക പുരോഗതിയോ നേട്ടമോ സിദ്ധിക്കുന്നില്ല. അതിനുശേഷം ഇവർ പ്രവർത്തിക്കുന്ന ഓരോ രംഗങ്ങളിലും വിജയശ്രീലാളിതരായിത്തീരുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കാഴ്ചയിൽ ശാന്ത സ്വഭാവികളായിരിക്കും. എങ്കിലും ഈ നക്ഷത്രത്തിന് പറയപ്പെട്ട മുൻകോപം ഇവർക്ക് കൂടുതലായിരിക്കും. ദൈവികങ്ങളായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇവർക്ക് നിഷ്കർഷതയുണ്ട്. വിവേകവും നല്ല പെരുമാറ്റവും ഇവരിൽ കാണാം. പക്ഷേ ക്ഷിപ്ര കോപം കൊണ്ട് കുടുംബ
കലഹം കൂടെ ഉണ്ടാകാനിട പോരുന്ന സ്വഭാവ വിശേഷവും ഇവരിൽ ഉണ്ടായിരിക്കും. ഇവർ ആരോഗ്യവതികളായിട്ടല്ല അധികവും കാണപ്പെടുന്നത്. മൂത്രാശയത്തെയോ ഗർഭാശയത്തെയോ ബാധിച്ചിട്ടുണ്ടാകുന്ന രോഗങ്ങളായിരിക്കും ഇവരെ അധികവും അലട്ടുന്നത്. ഭർത്താവിൽ അളവറ്റ സ്നേഹ ബഹുമാനങ്ങൾ പുലർത്തിപ്പോരുമെങ്കിലും ചതയൻ നാളുകാരികളായ സ്ത്രീകൾ അധികവും ദാമ്പത്യ ജീവിതത്തിൽ അത്ര തന്നെ സന്തുഷ്ടകളായിരിക്കയില്ല. ഭർത്തൃദുരിതമോ നീണ്ട വിരഹമോ ഇവർക്ക് അനുഭവിക്കാനിടയാകും. ജാതകങ്ങളിൽ അവയ്ക്കുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നാൽ ചതയൻ നാളുകാരിയുടെ വിവാഹ ജീവിതം ദുരിതപൂർണമായിരിക്കും. ഈ നക്ഷത്രത്തിൽ ആദ്യമായി ഋതുവാകുന്ന സ്ത്രീക്ക് സ്ത്രീ സന്താനങ്ങൾ അധികമായിരിക്കും. ഗൃഹനിർമ്മാണം, ഔഷധസേവ, ശാന്തി കർമ്മങ്ങൾ ഇവയ്ക്കെല്ലാം ഈ നക്ഷത്രം സ്വീകരിക്കാവുന്നതാണ്. ചതയ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ രാഹുവാണല്ലോ. സാമാന്യന് 9 വയസ്സുവരെ രാഹു, തുടർന്ന് വ്യാഴം, ശനി, ബുധൻ, കേതു, ശുക്രൻ എന്നീ ക്രമത്തിൽ 88 വയസ്സുകൊണ്ട് ശുക്രദശ തീരുന്നു എന്ന് കണക്കാക്കാം. പ്രതികൂല നക്ഷത്രങ്ങൾ: ഉത്രട്ടാതി, അശ്വതി, കാർത്തിക, ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി. അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ: ശനി, കേതു, സൂര്യൻ എന്നീ ദശകളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ചതയം, തിരുവാതിര, ചോതി നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റു പൂജാതി കാര്യങ്ങൾക്കും ഉത്തമം. നക്ഷത്രാധിപനായ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കേണ്ടതാണ്. സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, കുടുംബത്തിലെ സർപ്പക്കാവുകൾ പരിരക്ഷിക്കുക, അവിടെ കടമ്പ് വൃക്ഷം വെച്ചു പിടിപ്പിക്കുക തുടങ്ങിയവയൊക്കെ ദോഷപരിഹാര കർമ്മങ്ങളാണ്. ചതയനാളിൽ രാഹുപൂജ നടത്തുന്നത് ഉത്തമം. രാസ്യാധിപനായ ശനിയെയും ഇതുപോലെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. ശനിദോഷ പരിഹാര കർമ്മങ്ങൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളത് വിധിപ്രകാരം അനുഷ്ഠിക്കുക. കറുത്ത വസ്ത്രങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. മന്ത്രങ്ങൾ: ചതയ നക്ഷത്ര ദേവത വരുണനാണ്. താഴെ പറയുന്ന മന്ത്രം നിത്യജപത്തിൽ ഉൾപ്പെടുത്താം. ഓം വരുണായ നമ. നക്ഷത്രമൃഗം കുതിര, വൃക്ഷം കടമ്പ്, ഗണം അസുരം, യോനി സ്ത്രീ, പക്ഷി മയിൽ, ഭൂതം ആകാശം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെല്ലൈക്കൺ ഓൾ അമർത്താൻ ആരും മറക്കരുതേ.